ചെറിയ പ്രായത്തിലുള്ള കുട്ടി എന്ന് പറയുമ്പോൾ അവൻ്റെ ബുദ്ധി വികസിച്ച് വരുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അവന് ഡിസ്ട്രാക്ഷൻ ഉണ്ടായാൽ അവൻ്റെ പഠന പ്രവർത്തനത്തെ അത് ബാധിക്കും, അവൻ്റെ വ്യക്തിത്വത്തെ അത് ബാധിക്കും, അവൻ്റെ ആന്തരികമായ വളർച്ചയെ അത് ബാധിക്കും, അവൻ്റെ സ്വഭാവ ഗുണങ്ങളെ അത് ബാധിക്കും, അവൻ്റെ എല്ലാ മേഖലയിലേക്കുമുള്ള ഉയർന്നു വരുവാനുള്ള ശേഷിയെ അത് ബാധിക്കും. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വിപ്ലവമെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത് എന്ന് പറയുന്നതിന് പകരം ഇന്ന് മൊബൈൽ ഫോൺ എടുത്ത് പഠിക്കൂ എന്ന് പറയേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. മൊബൈൽ ഫോൺ എടുക്കൂ എന്നിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ കാണൂ എന്ന് പറയുന്ന സാഹചര്യം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള സമ്മതം നമ്മുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുകയാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ കുട്ടികൾ നിരന്തരം നിരീക്ഷിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ തന്നെ ഒരു വിപത്താണ് ഡിസ്ട്രാക്ഷൻ എന്നത്. ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് അവൻ്റെ ചിന്ത തെന്നിപ്പോയാൽ ശാസ്ത്രം പറയുന്നു ഒരു 20 മിനിറ്റെങ്കിലും കഴിയുമ്പോൾ അവൻ തിരിച്ചും ശരിയായ റൂട്ടിലേക്ക് വരാൻ. കുട്ടികൾ അത് ഒരു കാര്യത്തിലേക്ക് മാത്രമല്ല, അവൻ്റെ ശ്രദ്ധ വ്യതിചലിച്ച് പോവുകയാണ്. വിനോദങ്ങളിലേക്ക്, കൂട്ടുകാരുമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നതിലേക്ക്, അതേപോലെ തന്നെ വിവിധ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിലേക്ക്. പഠനത്തിൻ്റെ ഒരു പ്രവർത്തനം നമ്മളിപ്പോൾ കുട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് താഴെ തന്നെ മറ്റൊരു വീഡിയോ അവൻ കാണും. അപ്പോൾ അതിൽ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒരു വീഡിയോ ആയിരിക്കും. ആ കുട്ടി ചിലപ്പോൾ അതിലേക്ക് ശ്രദ്ധിച്ചാൽ പിന്നെ ഈ പഠനത്തിലേക്ക് തിരിച്ച് ശ്രദ്ധ വരുന്നില്ല. അത് വലിയൊരു ഡിസ്ട്രാക്ഷൻ എന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ്. അപ്പോൾ പഠന മേഖലയെ തകർക്കുന്ന ഒരു വിഷയമായി നമുക്കിതിനെ കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നൽകരുതെന്ന് പറയരുതെങ്കിലും അവന് ഏത് രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നതിന് ശരിയായ ഒരു ശ്രദ്ധ നമുക്ക് ആവശ്യമാണ്. ധാരാളം ഗുണങ്ങളുണ്ട്. അതിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും വിലയിരുത്തി അതിൻ്റെ ശരിയായ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രായത്തിലല്ല നമ്മുടെ കുട്ടികൾ. പിറ്റേഴ്സ് ചാനലിലൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ വരുമ്പോൾ അത് ചാനലിൽ എപ്പോഴും ഉണ്ടാകും. രക്ഷിതാവ് തന്നെ അവൻ്റെ ക്ലാസ്സുകൾ ഡൗൺലോഡ് ചെയ്താൽ ആവർത്തിച്ചവനെ കാണുവാൻ വേണ്ടി സാധിക്കും. ഇൻ്റർനെറ്റിൻ്റെ സഹായമില്ലാതെ തന്നെ അവന് കാണാൻ സാധിക്കും. അത് പല പ്രാവശ്യം അവന് കേൾക്കാൻ സാധിക്കും. അത് ഒരു പരിഹാരം അത് തന്നെയാണ്. പിന്നെ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യത്തോടു കൂടി കുട്ടികൾക്ക് നൽകുമ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ അഡിക്ഷൻ എന്ന ഒരു വിഷയമുണ്ട്. ഒരു കാര്യത്തിന് കുട്ടി അഡിക്റ്റായി കഴിഞ്ഞാൽ അവന് തലയൂരിയെടുക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ അവൻ പല ചാനലുകൾക്കും അവൻ ആയി മാറുന്നു. പല കാര്യങ്ങളും അവന് നിത്യേന കാണേണ്ടി വരുന്നു. പല ചാനലുകളുടെയും കാര്യങ്ങളിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിയുന്നു. അപ്പോൾ പഠനത്തിൻ്റെ ശ്രദ്ധ അവന് നഷ്ടപ്പെട്ടു പോകുന്നു. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ചെറിയ കുട്ടികൾക്കറിയില്ല, അവർക്കത് മനസ്സിലാവില്ല. അതിൻ്റെ ദോഷവശങ്ങളെ കുട്ടികൾക്കറിയില്ല. മൊബൈൽ ഫോൺ എന്നത് ആധുനികമായ ഏറ്റവും നല്ലൊരു സൗകര്യമാണ്. അതിന് ഒരുപാട് മെറിറ്റ്സുകളുണ്ട്, അതിൻ്റെ ഡീമെറിറ്റ്സുകളുമുണ്ട്. കുട്ടികളുടെ സ്വഭാവം ദൂഷ്യമാക്കാനും അതുകൊണ്ട് സാധിക്കും, കുട്ടികളുടെ സ്വഭാവം നന്നാക്കിയെടുക്കാനും മൊബൈലിലൂടെ സാധിക്കും. അപ്പോൾ ഏതൊരു ഡിവൈസ് ആണെങ്കിലും അത് മൊബൈലായാലും കമ്പ്യൂട്ടറായാലും ഐപാഡായാലും തെറ്റായ രീതിയിലുള്ള ഉപയോഗത്തെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതുണ്ട്. അവനിൽ മൊബൈൽ ഫോൺ കൊടുത്തുകൊണ്ട് നീ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടോ എന്ന് പറഞ്ഞ് അവനെ അയക്കുന്നതിന് പകരം ഏറ്റവും നല്ലത് കുട്ടിക്ക് ആവശ്യമായ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുകയും അത് കുട്ടിയെ കാണിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും സൂക്ഷ്മമായ രീതി. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗത്തിലൂടെ ധാരാളം പ്രശ്നങ്ങളുണ്ട്, 1-2 പ്രശ്നങ്ങളല്ല. മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ബുദ്ധിപരമായി നമ്മുടെ ചിന്തയെ അത് ഡിസ്ട്രാക്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമല്ല, അതിന് അഡിക്റ്റ് ആവുന്നതിലൂടെ കുട്ടികളാകുമ്പോൾ അവർക്ക് ഒരുപാട് കളികളിലും വിനോദങ്ങളിലും ഒക്കെ ഏർപ്പെടേണ്ടതുണ്ട്. അവൻ്റെ കായികമായ ശക്തിപ്പെടുന്നത് അവൻ ഓടുന്നതിലൂടെയും കളിക്കുന്നതിലൂടെയുമാണ്. മുട്ടിൽ എഴയുന്ന കുട്ടി ഒരു 10 കിലോമീറ്ററെങ്കിലും മുട്ടിലൂടെ എഴിഞ്ഞു നടക്കുന്നതിലൂടെയാണ് അവൻ്റെ തലച്ചോറ് വികസിക്കുന്നതെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ കുട്ടിയുടെ ഓരോ പ്രായത്തിലും ആവശ്യമായ വ്യായാമവും ആവശ്യമായ ശാരീരികമായ ചലനങ്ങളും ആവശ്യമായ പേശി ചലനങ്ങളുമൊക്കെ കുട്ടികൾക്ക് ലഭിക്കേണ്ടതുണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ അഡിക്റ്റ് ആവുന്നതോടുകൂടി ആ കുട്ടിക്ക് അങ്ങനെയുള്ള ചലനങ്ങൾ നഷ്ടപ്പെടും. അപ്പോൾ അവൻ്റെ ബുദ്ധിപരമായ വികാസത്തെയും അത് ബാധിക്കും, അവൻ്റെ ശാരീരിക ക്ഷമതയെ അത് ബാധിക്കും, അവൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും. ചില കുട്ടികൾ ശരിയായ രീതിയിലുള്ള ഇരുത്തത്തിലൂടെ ഒന്നുമല്ലാതെ മൊബൈൽ ഫോണിലേക്കൊക്കെ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവന് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും അത് കാരണമാകും. പല രീതിയിലുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുകളിലേക്കും അവനെത്തിക്കും. അവൻ്റെ കാഴ്ചശക്തിയെ ബാധിക്കും, കണ്ണിൻ്റെ ആരോഗ്യത്തെയും ബാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. കുട്ടികളുടെ ആരോഗ്യത്തിനും അവൻ്റെ വ്യക്തിത്വത്തിനും ഹാനികരമാകുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺ ഉപയോഗത്തെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അവൻ്റെ പഠനത്തിനും അവൻ്റെ വ്യക്തിത്വ വികസനത്തിനും ആവശ്യമായ രീതിയിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം ഉണ്ടാകുവാൻ വേണ്ടി നമ്മുടെ ശ്രദ്ധയും നമ്മുടെ പരിശ്രമവും നമ്മുടെ നിരന്തരമായ ഇടപെടലുകളും ആവശ്യമാണ് എന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. എല്ലാവർക്കും വിജയദിനം നേരുന്നു. ഞങ്ങളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ അംഗമാകാൻ സാധിക്കും.
ഈ ഒരു ഉപകാരപ്രദമായ അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വിവിധ ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു.